ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് സൺഡേ ആയിട്ട് ചെറിയൊരു യാത്ര പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർക്കാണ് കേട്ടോ പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് സെറ്റായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ? വേൾഡ് ഫേമസ് മസാല സർവത്ത് അല്ലേ? മസാല സോഡ. മസാല സോഡ ഇത് മസാല എരിവുള്ള മസാല ഇട്ടിട്ട് അതില് മോരും സോഡയും വെച്ചിട്ട് വേൾഡ് ഫേമസ് ആണ് കേട്ടാ. രാവിലെ മതിയായി. പാലക്കാട് ബിഗ് ബസാർ. അങ്ങനെ നമ്മള് വേൾഡ് ഫേമസ് മസാല സർവത്ത് തപ്പി നടക്കണം കേട്ടോ. ഗൂഗിളിട്ട് വണ്ടി എങ്ങടേക്കോ പോകുന്നുണ്ട്. വഴി കണ്ടാ നമുക്ക് സംശയമാവും. ഇതുമാതിരി ഒരു വഴി കൂടെ പോകണം. നമുക്ക് നോക്കാം. സനിമോൻ എന്തായാലും നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. മീറ്റ് ഹബ്ബോ, ക്വാളിറ്റി മീറ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, ഒറിജിനൽ മസാല സോഡ. അങ്ങനെ നമ്മൾ മസാല സോഡയുടെ അവിടെ എത്തിയിട്ടുണ്ട്. പോയി നോക്കാം. ചേട്ടൻ കുടിച്ചോക്കില്ലേ? അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്തായാലും നോക്കാം. വന്നാലേ നോക്കിട്ട്. നിനക്ക് അസുഖം വന്നപ്പോ ഞങ്ങള് നോക്കിയില്ല. അപ്പൊ ഞങ്ങൾക്ക് അസുഖം വരുമ്പോ നീ നോക്കണ്ടേ ഞങ്ങളെ? അതുകൊണ്ട് അപ്പനെ നോക്കണ്ടേ? കുഞ്ഞു കുട്ടിയാണത്രേ. അപ്പോൾ നമ്മൾ മസാല സോഡ കഴിച്ചു കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ തെക്കേ മലമ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. കവേനേക്കാളും അടിപൊളി സ്ഥലം ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ്.
അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന ഒരു സാധനം. വെയിലും മഴയില്ലാത്തപ്പോ കുട എടുത്ത് വരുന്നുണ്ട്. ആ വെയിലൊക്കെ ഉണ്ട്. ആ ചീത്തയാക്കല്ലേ, നാളെ സ്കൂളിൽ കൊണ്ടുപോണ്ടേ. അപ്പോൾ ദേ ചേട്ടനും ഉണ്ണി അറ്റത്തെത്തിയിട്ടാ. ഞാനിവിടെ നിന്ന് കുറച്ച് സെൽഫി ഒക്കെ എടുത്തു. ഇനി ഓടി ഒന്ന് പോവാം. മഴ വരുന്നുണ്ട്, പക്ഷെ മഴ വരുമ്പോഴാണ് ഭംഗിയുണ്ടാവുന്നത്. എന്ത് പറ്റിയോ? മഴ പെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടാ. വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന്റെ മുകളിലൊരു വരവാണ്. ഓക്കെ, മണ്ട മല നിൽക്കുന്നുണ്ട്. ഒരു മല, ഒരു പുഴ, ഒരു ഡാം അല്ലേ? നമ്മളുടെ ഒരു നാടിൻ്റെ ഒരു ഭംഗിയും ഒരു കാര്യത്തിന് എന്താ പറയുക, ഒരു വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ കവർ ചെയ്യാനായിട്ടൊരു പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു സംഭവമുള്ള പോലെ ഒരു മല അപ്പുറത്ത് നിൽക്കുന്നു. രസം. അതുകൊണ്ടൊക്കെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മളുടെ ഈ ഒരു കുഞ്ഞ് സ്റ്റേറ്റിൽ ഇത്രയും രസമായ കാഴ്ചകൾ നല്ലതല്ലേ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കവ കാണാൻ വരുന്നത്. പക്ഷേ ഇത് അതിനേക്കാളും ഭംഗിയുള്ള സ്ഥലമാണെന്നൊരു പയ്യൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വഴിതെറ്റി വന്നതാണ്. പക്ഷേ വഴിതെറ്റി എത്തിയ സ്ഥലമാണെങ്കിലും അടിപൊളി സ്ഥലം. വെള്ളത്തിൽ നല്ല ചേറുണ്ടാവും. ചേറെന്ന് പറഞ്ഞാൽ അറിയോ, അഴുക്ക് ഇങ്ങനെ ചെളി ഇങ്ങനെ താഴ്ന്നു പോണ ചെളി ഉണ്ടല്ലോ, അതായിരിക്കും കൂടുതൽ കേട്ടോ.
അപ്പോൾ ഇതേ നമ്മൾ KTTCയുടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ എത്തിയിട്ട് കേട്ടോ. നടക്ക് ഇങ്ങോട്ട് നടക്ക് കുഞ്ഞു, ഫുഡ് ഇപ്പൊ കഴിയും. കഴിക്കും. ആ ഇതുപോലത്തെ ഒരു കൊണ്ടു തരും അമ്മ. ഇതിന് കട്ട് ചെയ്യാറായി ട്രിപ്പ് ചെയ്തു. ഇത് നമ്മളുടെ ഹോട്ടലിൻ്റെ സൈഡിലേക്ക് നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിയാണ് കേട്ടോ ഈ കാണണേ, സൈഡ് വഴി. പക്ഷെ നല്ല രസമുണ്ടല്ലേ, പച്ചപ്പയും ഹരിതാഭയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ KTDCയുടെ ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ 2 ടൈപ്പ് ഓഫ് റൂമുകളാണ് പറഞ്ഞത്. ഒന്ന് ഡീലക്സ്, ഒന്ന് എക്സിക്യൂട്ടീവോ, അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഒന്നിന് 2500, ഒന്നിന് 2800 അങ്ങനെ പറഞ്ഞത്. പിന്നെ എക്സ്ട്രാ ബെഡ് ഉണ്ടെങ്കിൽ 300-400 എക്സ്ട്രാ വരും കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ നമുക്ക് മലമ്പുഴ ഡാം, ഇനി അടുത്തത് കവേലിക്കാണോ പോണേ, ഡാം കാണാനാണോ പോണേ? അപ്പം നമ്മുടെ ഇവിടെ KTDCയുടെ ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ 2 ടൈപ്പ് ഓഫ് റൂമുകളാണ് പറഞ്ഞത്. ഒന്ന് ഡീലക്സ്, ഒന്ന് എക്സിക്യൂട്ടീവോ, അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഒന്നിന് 2500, ഒന്നിന് 2800 അങ്ങനെ പറഞ്ഞത്. പിന്നെ എക്സ്ട്രാ ബെഡ് ഉണ്ടെങ്കിൽ 300-400 എക്സ്ട്രാ വരും കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ നമുക്ക് മലമ്പുഴ ഡാം, ഇനി അടുത്തത് കവേലിക്കാണോ പോണേ, ഡാം കാണാനാണോ പോണേ?